Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് തുടക്കമായി എന്ന നിലയിൽ വന്ന പത്രവാർത്ത ശരിയല്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. ലളിത. എത്രയും പെട്ടെന്ന് തന്നെ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് തുടക്കമാകുമെന്നും നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും ചെയർപേഴ്സൺ കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു. കാര പാടിയിൽ കടവ് പാലം ടെൻഡറിന് മന്ത്രിസഭാ അംഗീകാരം. പാടിപ്പുഴയുടെ ഇരുകരയിലുമുള്ള പ്രദേശവാസികളുടെ ഏറെക്കാലമായുള്ള സ്വപ്നമാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാടിയിൽ കടവ് പാലം. ചെറുകിട വ്യാപാരികൾക്ക് തൊഴിൽ നികുതിയിൽ സംസ്ഥാന ബജറ്റിൽ വൻ വർധന വരുത്തിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ വിവിധ കേന്ദ്രങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രകടനം നടത്തി വിവിധ ആവശ്യങ്ങളടങ്ങിയ നിവേദനം നഗരസഭാ ചെയർപേഴ്സണ് കൈമാറി. കേരള സർക്കാർ നിയന്ത്രിതമായതും അല്ലാത്തതുമായ തൃക്കരിപ്പൂരിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഇനി ഹരിതചട്ടത്തിനകത്ത്. പഞ്ചായത്തിലെ 55-ൽ 54 സ്ഥാപനങ്ങളും A+ ഗ്രേഡ് കരസ്ഥമാക്കി. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് തുടക്കമായി എന്ന നിലയിൽ പത്രവാർത്ത വന്നത് ശരിയല്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. ലളിത. എത്രയും പെട്ടെന്ന് തന്നെ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് തുടക്കമാകുമെന്നും ഇതിന്റെ നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും ചെയർപേഴ്സൺ വെള്ളിയാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങിയെന്ന ചിത്രങ്ങളോടുകൂടി വന്ന പത്രവാർത്ത ശരിയല്ലെന്ന് കൌൺസിൽ യോഗത്തിൽ ചെയർപേഴ്സൺ കെ.വി. ലളിത അറിയിച്ചു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ഇന്ന് പത്രത്തിൽ വന്നിട്ടുള്ള വാർത്ത തെറ്റായ വാർത്തയാണ് എന്നുള്ളത് അറിയിക്കുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ നഗരസഭയുടെ പ്രവർത്തനം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഏൽപ്പിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വരികയാണ്. അതിൻ്റെ എഗ്രിമെൻ്റ് വെക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ ആയി അതിൻ്റെ എഗ്രിമെൻ്റ് ലെറ്റർ ഊരാളുങ്കൽ സൊസൈറ്റിയിൽ നിന്നും പയ്യന്നൂരിലേക്ക് ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ലഭിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വർക്ക് ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ നഗരസഭയിൽ നിന്നുണ്ടാകും എന്നുള്ളത് അറിയിക്കുകയാണ്. പ്രവൃത്തി തുടങ്ങി എന്നുള്ള വാർത്ത തെറ്റായ വാർത്തയാണ് എന്നുള്ളത് കൂടി അറിയിക്കുക. എന്നാൽ ഈ സാഹചര്യത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം എന്ന് ആരംഭിക്കുമെന്ന് വ്യക്തമാക്കാൻ അധികൃതർക്ക് ബാധ്യതയുണ്ടെന്ന് വെള്ളിയാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ കൌൺസിലർ എ. രൂപേഷ് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് പ്രവർത്തനങ്ങൾ ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണെന്നും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്നും ചെയർപേഴ്സൺ കെ.വി. ലളിത കൌൺസിൽ യോഗത്തെ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാര പാടിയിൽ കടവ് പാലം ടെൻഡറിന് മന്ത്രിസഭാ അംഗീകാരം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാടിയിൽ കടവ് പാലം നാട്ടുകാരുടെ ഏറെക്കാലമായുള്ള സ്വപ്നമായിരുന്നു. 2020-21 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാടിയിൽ കടവ് പാലം നിർമ്മിക്കുന്നതിനായി 5.60 കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിലും ഇൻലാൻഡ് നാവിഗേഷൻ ക്ലിയറൻസ് ലഭിക്കുന്നതിനായി പാലത്തിന്റെ ഡിസൈനിൽ മാറ്റം വരുത്തേണ്ടതായി വന്നു. പുതുക്കിയ ഡിസൈൻ തയ്യാറാക്കുമ്പോൾ പാലത്തിന്റെ ഉയരവും നീളവും കൂടുകയും സ്പാൻ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ധനകാര്യ വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകുകയും 11.10 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി
ഭരണാനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 2 തവണ ടെൻഡർ ചെയ്തെങ്കിലും ആരും പങ്കെടുക്കാതിരിക്കുകയും മൂന്നാമത്തെ ടെൻഡറിൽ ഭരണാനുമതി നൽകിയ തുകയേക്കാൾ 14% അധിക തുക ക്വാട്ട് ചെയ്യുകയും ചെയ്തു. ടെൻഡർ ചെയ്ത തുക ഭരണാനുമതി തുകയേക്കാൾ അധികമായതിനാൽ നിലവിലെ പൊതുമരാമത്ത് മാനദണ്ഡപ്രകാരം മന്ത്രിസഭയുടെ അംഗീകാരം ആവശ്യമാണ്. അതിനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ക്യാബിനറ്റ് അംഗീകാരം നൽകിയത്. പാലം പണി വേഗത്തിൽ ആരംഭിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. കാര പാടിയിൽ കടവ് പാലം കര തൊടാതെയുള്ള ഒരു സ്വപ്നമായിരുന്നു ഈ നാട്ടുകാരുടെ. വർഷങ്ങളായി ആ സ്വപ്നം. പക്ഷേ ഇപ്പോൾ അത് സാക്ഷാത്കരിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ടെൻഡറിന് മന്ത്രിസഭ അംഗീകാരം ലഭിച്ചു എന്ന വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. എത്രയും പെട്ടെന്ന് തന്നെ പാലം ഇവിടെ യാഥാർത്ഥ്യമാകുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഈ നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. ഭീമമായ തൊഴിൽ നികുതി വർദ്ധിപ്പിച്ച സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രകടനം നടത്തി. തുടർന്ന് വിവിധ ആവശ്യങ്ങളടങ്ങിയ നിവേദനം നഗരസഭാ ചെയർപേഴ്സണ് കൈമാറി. ഭീമമായ തൊഴിൽ നികുതി വർദ്ധിപ്പിച്ച സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രകടനം നടത്തി. MK ബഷീർ, MK തയ്യിൽ, K ഖലീൽ, AV ശ്രീധരൻ, MK അനൂപ്, ബീന അനീഷ്, ആശാലത KV, വിദ്യാ P രാജീവൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KU വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ കേരള സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ വ്യാപാരികൾക്ക് തൊഴിൽ നികുതി അടക്കം കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ നികുതികളും വ്യാപാരികൾക്കുള്ള എല്ലാ നികുതികളും 100% വരെ വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായി നിലപാടെടുക്കുവാൻ വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനത്തുടനീളം ഇത്തരം ധർണാ സമരങ്ങളൊക്കെ ആയി മുന്നോട്ട് പോവുകയാണ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള പറഞ്ഞതുപോലെ നമ്മൾ ഉറക്കെ കരയേണ്ടിയിരിക്കുന്നു. ചേംബർ വർക്കിംഗ് പ്രസിഡന്റ് VP സുമിത്രൻ അധ്യക്ഷത വഹിച്ചു. K ബാബുരാജ്, T ബിജു, KV നന്ദിനി, ഗീതാ രമേശൻ, ഷാജി ഫോക്കസ്, MD സുകുമാരൻ, V നന്ദകുമാർ, AV ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങളടങ്ങിയ നിവേദനം നഗരസഭാ ചെയർപേഴ്സണ് നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകിട വ്യാപാരികൾക്ക് തൊഴിൽ നികുതിയിൽ സംസ്ഥാന ബജറ്റിൽ വൻ വർധന വരുത്തിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ദിവസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച കേരള ബജറ്റിൽ ചെറുകിട വ്യാപാരികൾക്ക് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിൽ 270% തൊഴിൽ നികുതി വർധനവ് വരുത്തിയത് പിൻവലിക്കണമെന്ന ആവശ്യവുമായാണ് വ്യാപാരികൾ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. വ്യാപാര ഭവൻ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇത് സൂചന സമരം മാത്രമാണ്. സമരം ശക്തമായ സമരവുമായി കേരളത്തിലെ വ്യാപാര സംഘടന ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ ഈ തൊഴിൽ നികുതി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, തൊഴിൽ നികുതി വർധന അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ സമരമായി മുന്നോട്ട് പോകും മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് AG നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി M അബ്ദുൾ റഷീദ്, C കൃഷ്ണൻ, ഫായിസ് കൗവായി, KV കൃഷ്ണപ്രസാദ്, KV വസന്ത, K രാധ എന്നിവർ സംസാരിച്ചു. മാർച്ചിന് EV ദിനേശൻ, VP ഗോപാലകൃഷ്ണൻ, S അബ്ദുൾ റഹ്മാൻ, A കുഞ്ഞിക്കണ്ണൻ, K രുക്മിണി, M മാലതി, N കുഞ്ഞായിഷ, C വിജയൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള സർക്കാരിന്റെ പദ്ധതിയായ ഡിജിറ്റൽ സർവേ കുറ്റൂർ വില്ലേജിലും ആരംഭിച്ചു. വില്ലേജ് പരിധിയിലെ പറമ്പുകളിലെ കാടുകൾ വെട്ടിത്തെളിച്ച് കൈവശ ഭൂമിക്ക് അതിർത്തി നിർണ്ണയിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കിത്തരണമെന്നും ജനങ്ങൾ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കേരള സർക്കാരിന്റെ പദ്ധതിയായ ഡിജിറ്റൽ സർവേ കുറ്റൂർ വില്ലേജിലും ആരംഭിച്ചു. പയ്യന്നൂർ താലൂക്കിൽ രണ്ടാമത്തെ സർവേ കുറ്റൂർ വില്ലേജിലാണ് നടക്കുന്നത്. ജനങ്ങൾ അവരുടെ ഭൂമിയുടെ അതിർത്തിയിലുള്ള കാടുകൾ നീക്കം ചെയ്യുകയും വ്യക്തമായ അതിർത്തി കാണിച്ചു കൊടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ സ്കെച്ച് തയ്യാറാക്കുവാൻ സാധിക്കുകയുള്ളൂ.
ഭാവിയിൽ വില്ലേജിലേക്ക് കൈമാറുന്നത് ഈ സ്കെച്ചാണ്. റവന്യൂ ഭരണത്തിനും മറ്റ് സേവനങ്ങൾക്കും ഈ സ്കെച്ചാണ് ഉപയോഗിക്കുക. അതിനാൽ പറമ്പുകളുടെ അതിർത്തി നിർണ്ണയിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കിത്തരണമെന്നും ജനങ്ങൾ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ എല്ലാവരും ഇപ്പം ഇവിടെ താമസിക്കുന്നവരല്ല ആൾക്കാർ ഉള്ളത്. പൊതുവെ പഴയങ്ങാടി, കണ്ണൂര്, മാട്ടൂല്, മറ്റുള്ള ജില്ലയുടെ ഇതര ഭാഗങ്ങളിലുള്ള ആൾക്കാരുടെയാണ് കൈവസ്ഥലങ്ങൾ ഒട്ടുമിക്കത്. അപ്പോൾ ആൾക്കാർ ഇവിടെയുള്ള ആൾക്കാർ അറിയില്ല ആരാണ് സ്ഥലക്കാർ കൈവശക്കാരെന്ന്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. വില്ലേജ് ഓഫീസ് ചോദിച്ചാൽ വില്ലേജ് ഓഫീസിൽ നിന്നും റെക്കോർഡ് എടുത്താൽ തന്നെ ഭൂമി ഒട്ടുമിക്ക സർവേ നമ്പർ വലിയ സർവേ നമ്പറാണ്. 32 സർവേ നമ്പർ. ചിലപ്പോൾ ഒരുപാട് ഏരിയ സ്ഥലങ്ങളാണ്. അപ്പോൾ ആൾക്കാർക്ക് ഏത് സ്ഥലമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. വില്ലേജ് ഓഫീസിൽ ചോദിച്ചാൽ നമുക്ക് വില്ലേജ് ഓഫീസിന് കമ്പ്യൂട്ടർ റെക്കോർഡ് കിട്ടുമെങ്കിലും കമ്പ്യൂട്ടറിന് പേര് കിട്ടുമെങ്കിലും ആൾക്കാരുടെ സ്ഥലം എവിടെയാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഇത് എല്ലാവരും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ മീഡിയ സഹായം ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കുറ്റൂർ വില്ലേജിൽ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഭൂമി സർവേ ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥർക്ക് എന്റെ ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത OTP നമ്പർ ലഭ്യമാക്കി തരണമെന്നും അധികൃതർ അറിയിച്ചു. ഓലയമ്പാടിയിലാണ് ക്യാമ്പ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. നിരവധി മിച്ചഭൂമികൾ കുറ്റൂർ വില്ലേജിലുണ്ട്. അതിനാൽ ഉടമകളായവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതരെ കണ്ട് ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ സൗകര്യങ്ങൾ ചെയ്തു തരണമെന്നും അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തന സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്ര പ്രദർശനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. അന്നൂർ UP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്തം നവകേരളം സ്വച്ഛ് സർവേക്ഷൺ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തന സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്ര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. അന്നൂർ UP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ VP ഹൃദ്യമോൾ ഹരീന്ദ്രൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ OK ശ്യാംകൃഷ്ണൻ കുട്ടികൾക്ക് ശുചിത്വ ക്ലാസ് എടുത്തു. പുനരുപയോഗ സാധ്യമായ സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച വേസ്റ്റ് ടു ആർട്ട് വസ്തുക്കൾ C നളിനി കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. കൗൺസിലർ PV സുഭാഷ്, ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എൽന ജോസഫ്, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി K സീമ എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികൾക്കായി ജില്ലാ തലത്തിൽ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിൽ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സർക്കാർ നിയന്ത്രിതമായതും അല്ലാത്തതുമായ തൃക്കരിപ്പൂരിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഇനി ഹരിതചട്ടത്തിനകത്ത്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നടപ്പാക്കിയ ഗ്രേഡിംഗ് വഴിയാണ് പഞ്ചായത്തിലെ 55-ൽ 54 സ്ഥാപനങ്ങളും A+ ഗ്രേഡ് സ്വന്തമാക്കിയത്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥാപനങ്ങളെ മുഴുവൻ ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ പഞ്ചായത്ത് തല ഹരിത സ്ഥാപന പ്രഖ്യാപനം നടത്തി. 100% സാറ്റിസ്ഫൈഡ് ആയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകണം. അതോടൊപ്പം ഈ ശുചിത്വം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യേണ്ടതുമായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ശംസുദ്ദീൻ IT ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ PV ദേവരാജൻ, വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ, പഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, E ശശിധരൻ, പഞ്ചായത്ത് സെക്രട്ടറി R ബിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെരളം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ പേരിൽ കരിവള്ളൂർ പുത്തൂരിൽ പുതുതായി നിർമ്മിച്ച CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഫെബ്രുവരി 16 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പെരളം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ പേരിൽ കരിവള്ളൂർ പുത്തൂരിൽ പുതുതായി നിർമ്മിച്ച CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഫെബ്രുവരി 16 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. TI മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. AKGയുടെ നാമധേയത്തിലുള്ള ഹാളിന്റെ ഉദ്ഘാടനം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. മാധ്യമസമ്മേളനത്തിൽ P സന്തോഷ്, T ഗോപാലൻ, K മധു എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. DYFI കുളപ്പുറം യൂണിറ്റ് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് സംഘടിപ്പിക്കുന്ന കുളപ്പുറം സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു.
ഡിവൈഎഫ്ഐ കുളപ്പുറം യൂണിറ്റ് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് സംഘടിപ്പിക്കുന്ന കുളപ്പുറം സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറച്ച് വർഷമായി നമ്മുടെ സമൂഹത്തിൽ ഈ ലഹരി മാഫിയ സംഘങ്ങൾക്ക് വേരുറപ്പിക്കാൻ വേണ്ടി കഴിയുന്നു എന്നത് ആശങ്കയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. VV ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി TV രാജേഷ്, മുൻ സന്തോഷ് ട്രോഫി താരം ബിജു കുമാർ എന്നിവർ മുഖ്യാതിഥിയായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഷിമ, CP ഷിജു, A മാധവൻ, TV ഉണ്ണികൃഷ്ണൻ, K സനൂപ്, VV മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. TV അനീഷ് സ്വാഗതവും MV സൗമ്യ നന്ദിയും പറഞ്ഞു. ആദ്യ മത്സരത്തിൽ സുൽഫെക്സ് മാട്രസ് ഗ്രീൻ സ്റ്റാർ കടാങ്കോടിനെ ഹണ്ടേഴ്സ് ചന്തപുര FC പയ്യന്നൂർ പരാജയപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ പണി പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം പെരിയാട്ട് പയ്യാരട്ട മന്ദിരത്തിനു സമീപം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച സ്റ്റേഡിയം പെരിയാട്ട് വീരാണ്ടിക്കുളം റോഡിന്റെയും സ്റ്റേഡിയം പെരിയാട്ട് അമ്പലം റോഡിന്റെയും ഉദ്ഘാടനം പെരിയാട്ട് പയ്യാരട്ട മന്ദിരത്തിന് സമീപം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പം നിങ്ങൾക്കറിയാം, റോഡിനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ വർഷം ഞങ്ങൾ ഈ കാലത്താണ് റോഡിൽ നിങ്ങൾക്ക് കാണാം വെള്ളക്കെട്ട് നിൽക്കുന്നിടത്ത് എന്ത് ചെയ്തു, ഞങ്ങളൊരു പുതിയ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ടൈൽസ് വിരിക്കുക. അത് ആദ്യഘട്ടത്തിൽ ചെറിയ ആശങ്കയുണ്ടായിരുന്നു. ഒരു റോഡിൽ ഞങ്ങളത് പ്രയോഗിച്ചു നോക്കി. നിങ്ങളിപ്പോൾ കാണും, കാരണം വെള്ളക്കെട്ട് നിൽക്കുന്നിടത്ത് എന്താ ഈ ടാറിങ് പെട്ടെന്ന് ഇളകിപ്പോയാൽ പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വാർഡ് മെമ്പർ TV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. PP അംബുജാക്ഷൻ, ശശിധരൻ, U രാമചന്ദ്രൻ, AE അനിത, MV ബാലകൃഷ്ണൻ, K ബ്രിജേഷ് കുമാർ, VV നാരായണൻ, KN രതീഷ്, KV ശശി എന്നിവർ സംസാരിച്ചു. വാർഡ് കൺവീനർ KV മുരളീകൃഷ്ണൻ സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിവള്ളൂർ യൂണിറ്റ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണാ സമരവും സംഘടിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ EK നമ്പ്യാർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിവള്ളൂർ യൂണിറ്റ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണാ സമരവും സംഘടിപ്പിച്ചു. ഓണക്കുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് അങ്കണത്തിൽ സമാപിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ EK നമ്പ്യാർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പറയുന്നത് കുറേ വർഷങ്ങളായി 10-20 കൊല്ലമായി തൊഴിൽ നീതിയൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ അനുഭവത്തിൽ നമ്മളെ സംബന്ധിച്ചോളം ആദ്യകാലത്ത് 1,12,000 ഉറപ്പിക ഒരു 6 മാസത്തെ വരുമാനമാണ് പഞ്ചായത്ത് തൊഴിൽ നികുതിക്ക് കണക്കാക്കി വരുന്നത്. K സുരേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക, വഴിയോര വാണിഭം അവസാനിപ്പിക്കുക, ഓൺലൈൻ വ്യാപാരം തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. AV മാധവൻ, M നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും സമർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. സ്വീകരണ പരിപാടിയിൽ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിൽ വാറ്റുചാരായം ഉണ്ടാക്കുന്നവരോട് പെരുമാറുന്നത് പോലെയാണ്. ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ഈ അരിഷ്ടാസവങ്ങളുടെ ഒരു പ്രത്യേകത, ഞാൻ ഈ ആയുർവേദ കമ്പനിയിൽ ഒരു 3 വർഷക്കാലം ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആസവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഫെർമെൻറ്റേഷൻ വയ്ക്കും. തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പുളിപ്പിക്കാൻ വയ്ക്കുമെന്ന് പറയും. ഫെർമെൻറ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ പിപ്പല്യാസമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ആൽക്കഹോളിൻ്റെ കണ്ടൻസ് ചിലപ്പോൾ കൂടിപ്പോകും. കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. സ്വീകരണ പരിപാടിയിൽ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. KATU സംസ്ഥാന പ്രസിഡന്റ് CK ഹരികൃഷ്ണൻ, നാരായണൻ വൈദ്യർ, K ഹരികുമാർ, KK കൃഷ്ണൻ, M രാമചന്ദ്രൻ ഗുരുക്കൾ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വച്ച് മുതിർന്ന വൈദ്യന്മാരെ ആദരിക്കുകയും കളരിപ്പയറ്റ് പ്രദർശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചീമേനിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നടന്ന ധർണ സംസ്ഥാന കൌൺസിൽ അംഗം സി ചന്ദ്രൻ ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചീമേനി ചെമ്പ്രകാനം യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ചീമേനി വ്യാപാര ഭവനിൽ നിന്നും കണ്ണുകെട്ടിയുള്ള പ്രതിഷേധ പ്രകടനത്തോടെയാണ് ധർണയ്ക്ക് തുടക്കമായത്. ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമില്ലാത്ത വ്യാപാരികളെ യൂസർ ഫീ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുക, വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സമരം സംഘടിപ്പിച്ചത്. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടത്തിയ ധർണാ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൌൺസിൽ അംഗം സി ചന്ദ്രൻ ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ചീമേനി യൂണിറ്റ് പ്രസിഡന്റ് പി കെ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ദാമോദരൻ, സുധാകരൻ പി വി, രാമകൃഷ്ണൻ കെ, സൈമൺ എൻ എസ്, ദീപ ജയരാജൻ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഭാരവാഹികൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് സംഘടനയുടെ നിവേദനം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. SFI പയ്യന്നൂർ ഏരിയ സമ്മേളനം രാമന്തളിയിൽ നടന്നു. രാമന്തളി കല്ലേറ്റുംകടവ് സീതാറാം യെച്ചൂരി നഗറിൽ SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഇ അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. രാമന്തളിയിൽ നടന്ന SFI പയ്യന്നൂർ ഏരിയ സമ്മേളനം SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഇ അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. SFI ആവുക എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ ഭാഗമാവുക, ഈ നാടിന്റെ നന്മയുടെ ഭാഗമാവുക എന്നുള്ളതാണ് അർത്ഥമെന്ന് പൊതുവിൽ നമ്മുടെ നാടിന്റെ ഒരു പരിച്ഛേദം അങ്ങനെ കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിലെ വ്യത്യസ്തങ്ങളായ ഇടപെടലുകളിലൂടെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെയും സംഘടനയായി മാറാൻ SFIക്ക് സാധിച്ചിട്ടുണ്ട്. ഏരിയ പ്രസിഡന്റ് അഭിറാം കൺവീനറായ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ജില്ലാ സെക്രട്ടറി പി സഞ്ജീവ്, സംസ്ഥാന കമ്മിറ്റി അംഗം അഞ്ജലി സന്തോഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയൽ തോമസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹരികൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം സ്വാതി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് മുള്ളൻമടയ്ക്ക് ചെറുപുഴയിൽ സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോജസ് സെബാസ്റ്റ്യൻ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് മുള്ളൻമടയ്ക്ക് ചെറുപുഴയിൽ സ്വീകരണം നൽകി. പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ റോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോജസ് സെബാസ്റ്റ്യൻ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ജോസഫ് മുള്ളൻമടയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ജോർജ് കാനാട്ട്, ജെറ്റോ ജോസഫ്, AC പൗലോസ്, ജോർജ് മുള്ളൻമട, ബേബി തോട്ടത്തിൽ, ജോസ് ഇളപ്പുങ്കൽ, അരുൺ കുഴിപ്പള്ളിൽ, ഡെന്നിസ് വാഴപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജോസഫ് മുള്ളൻമട മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എരമംകുറ്റൂർ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് TP മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി കുറയ്ക്കുക, വഴിയോര കച്ചവടം അവസാനിപ്പിക്കുക, ഓൺലൈൻ വ്യാപാരം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിനു മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് TP മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ പല നികുതികളും കൂട്ടിയിട്ട് നമ്മൾ അങ്ങേയറ്റത്തെ ദ്രോഹം ഞങ്ങൾ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ടാക്സും നികുതിയും എല്ലാം അടച്ച് വഴിയോര കച്ചവടം കെട്ടിനെ വന്ന് വണ്ടിയിൽ വന്ന് എല്ലാ സാധനങ്ങളും വിൽക്കുകയും അത് ഞങ്ങൾക്ക് ദ്രോഹമായി മാറുകയും ഞങ്ങൾ വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയും അതും ഇല്ലാതാക്കുകയും പല മുനിസിപ്പാലിറ്റികളിലും പല കോർപ്പറേഷനുകളിലും വഴിയോര കച്ചവടം നിർത്തിയിട്ടുണ്ട്. രമേശൻ ഹരിത അധ്യക്ഷത വഹിച്ചു. ഖാദർ മൗലവി, VK കുഞ്ഞപ്പൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവെള്ളൂരിന്റെ കണ്ണാവുകയാണ് പച്ചത്തുരുത്തുകൾ. കേരളത്തെ 2 പച്ചത്തുരുത്തുകൾ നല്ല നാളേക്കായുള്ള പഞ്ചായത്തിന്റെ സമ്മാനമാണ്. അതിജീവനത്തിനായി ചെറുവനങ്ങൾ നിർമ്മിച്ച് സ്വാഭാവിക ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാനാണ് ഹരിത കേരള മിഷൻ പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഹരിത കേരള മിഷൻ പഞ്ചായത്തിലെ 8ാം വാർഡിൽ 2 പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ചത്.
തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ചതും പരിപാലിക്കുന്നതും. അമ്പലങ്ങളുടെ സ്ഥലത്ത് നിർമ്മിക്കുന്ന ദേവഹിതം പച്ചത്തുരുത്ത് നിർമ്മിച്ചിരിക്കുന്നത് പെരളം ഭഗവതി ക്ഷേത്രത്തിന്റെ ഭൂമിയിലാണ്. 4 വർഷം മുമ്പ് നട്ട വൃക്ഷത്തൈകൾ ഇവിടെ തലയെടുപ്പോടെ വളരുന്നു. ഇവിടെ മാവാണ് ഏറെയും. പ്ലാവും നെല്ലിയും പേരയുമെല്ലാം ഈ പച്ചത്തുരുത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നല്ലൊരു നാളേക്കായി പഞ്ചായത്ത് ഭരണസമിതിയുടെ സംഭാവനയാണ് ഈ പച്ചത്തുരുത്തുകളെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ പറയുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സംരക്ഷണം എന്നുള്ള നിലയിലും എല്ലാ വർഷവും അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ വൃത്തിയാക്കി സംരക്ഷിച്ചു വരുന്നുണ്ട്. ആ നിലയിലാണ് ഈ പച്ചത്തുരുത്ത് കഴിഞ്ഞ 4 വർഷമായിട്ടും അതിനെ പരിപാലിച്ചു പോകുന്നത്. ഇതിൻ്റെ ഫലവൃക്ഷങ്ങൾ, ഈ ഫലവൃക്ഷ തൈകളാണ് നട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫലങ്ങൾ നല്ല നിലയിൽ തന്നെ വരുന്ന തലമുറക്കും കുട്ടികൾക്കും പക്ഷി മൃഗാദികൾക്കുമെല്ലാം ഉപയോഗപ്പെടുത്തത്തക്ക നിലയിൽ ഈ ഹരിത വനം ശോഭിച്ച് മുന്നോട്ട് വരും എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. വരുന്ന കാലത്തിന് ഇതിന്റെ മൂല്യം തിരിച്ചറിയാൻ സാധിക്കൂ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ആർട്ട് ഓഫ് ലിവിംഗ് പയ്യന്നൂർ ജ്ഞാനക്ഷേത്രത്തിൽ ഭഗവത്ഗീത ജ്ഞാന സദസ്സ് ആരംഭിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് രംഗത്തെ പ്രമുഖർ ഭഗവത്ഗീത ജ്ഞാന സദസ്സിൽ പങ്കെടുത്തു. ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ജ്ഞാനക്ഷേത്രത്തിൽ ഭഗവത്ഗീത ജ്ഞാന സദസ്സ് ആരംഭിച്ചു. സജി യൂസഫ് നിസാൻ നയിച്ച ജ്ഞാന സദസ്സിൽ വിശിഷ്ടാതിഥികളായി കേരള ആർട്ട് ഓഫ് ലിവിംഗ് അപെക്സ് ബോഡി മെമ്പർ ബാബു ശ്രീനിലയ, പെരിങ്ങോം CRPF ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റ് പ്രദീപൻ എന്നിവരും ആർട്ട് ഓഫ് ലിവിംഗ് രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. നിറഞ്ഞ ജനസാന്നിധ്യത്തിലാണ് ഭഗവത്ഗീത ജ്ഞാന സദസ് നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CITU രാമന്തളി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം AK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CITU രാമന്തളി മേഖലാ കൺവെൻഷൻ CITU ജില്ലാ കമ്മിറ്റി അംഗം AK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PV രാഘവൻ അധ്യക്ഷത വഹിച്ചു. MV ഗോവിന്ദൻ, OK ശശി, KPV രാഘവൻ, T ഗോവിന്ദൻ, PV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU കോൺട്രാക്ട് കാരേജ് ഡിവിഷൻ സമ്മേളനം പെരുമ്പയിൽ വച്ച് നടന്നു. ജില്ലാ സെക്രട്ടറി VK ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU കോൺട്രാക്ട് കാരേജ് പെരുമ്പ ഡിവിഷൻ സമ്മേളനം ജില്ലാ സെക്രട്ടറി VK ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ ഏത് കോണിലായാലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ലോകത്ത് ഏത് പ്രദേശത്ത് ജീവിക്കുന്നവരായാലും ഏത് മേഖലകത്ത് ജോലി ചെയ്യുന്നവരായാലും അവരെ അത് ബാധിക്കും. ഇപ്പോ ലോകമെന്ന് പറയുന്നത് വലിയ രീതിയിൽ മുതലാളിത്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. 1990 സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്കേറ്റ തിരിച്ചടി, സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള തകർച്ച, ആ തകർച്ചയ്ക്ക് ശേഷം സോഷ്യലിസ്റ്റ് ജയിലിൽ വീണ്ടും സജീവമായിട്ട് വരുന്ന ഒരു കാഴ്ച കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഡിവിഷൻ പ്രസിഡന്റ് സജീവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ബാബുരാജ്, ഏരിയ സെക്രട്ടറി ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ദിനേശ് BD 1-ാം നമ്പർ ബ്രാഞ്ചിൽ നിന്നും വിരമിക്കുന്ന തൊഴിലാളികൾക്ക് യാത്രയയപ്പ് നൽകി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പയ്യന്നൂർ ദിനേശ് BD 1-ാം നമ്പർ ബ്രാഞ്ചിൽ നിന്നും വിരമിക്കുന്ന TP ലീല, KV രോഹിണി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. എല്ലാ തലത്തിലുള്ള വായനയും, പത്രവായന മാത്രമല്ല, ലേഖനങ്ങൾ, കഥകൾ, നോവലുകൾ, തുടർച്ചയായിട്ട് ഞാൻ വീടി തൊഴിലാളിയായി പണിയെടുക്കുന്ന അവസരത്തിൽ ഗണേശ് BD കമ്പനിയിൽ ഒരു വായനക്കാരനായിരുന്നു ഞാൻ. അതുപോലെ തന്നെ കേരാക്കും വായനക്കാരനായിരുന്നു. ഓരോ ഫ്രൂട്ട് വരെ ഞാൻ വായിച്ചാൽ രാഘവൻ ഉച്ചയ്ക്ക് ശേഷം വായിക്കും, മാറി മാറി വായിക്കും. അപ്പം ഞങ്ങൾക്ക് മറ്റു തൊഴിലാളികളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ചെറിയ ഒരു നിശ്ചിത ബീഡി എടുത്തിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. ആഴ്ചക്ക് മറ്റു തൊഴിലാളിക്ക് കിട്ടുന്നത് പോലെയുള്ള കൂലി ഞങ്ങൾക്കും കിട്ടും. ആ വായനയിൽ നിന്ന് എൻ്റെ മറ്റു കാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. MV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. P കുഞ്ഞമ്പു, NK ബാലകൃഷ്ണൻ, K ദിനേശൻ, TP മധു, PP ഓമന, M പുഷ്പ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
AKTA മാതമംഗലം ഏരിയ സമ്മേളനം വെള്ളോറയിൽ നടന്നു. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. AKTA മാതമംഗലം ഏരിയ സമ്മേളനം KV പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ഷേമനിധി പ്രവർത്തനം. അപ്പോൾ ക്ഷേമനിധിക്ക് നമ്മളെ ഉദ്യോഗസ്ഥന്മാർക്ക് കോടികൾ അവരെ ശമ്പളമായി കൊടുക്കുമ്പോൾ നമ്മൾ ആകെ കൊടുക്കുന്നത് 2-3 ആളെ വെച്ചുകൊണ്ട് ഇത്രയും നല്ല സാധനം കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ചാരിറ്റബിൾ തുടങ്ങാൻ കാരണം അന്ന് ക്ഷേമനിധി പോകുന്നത് അതിന്റെ കംപ്ലീറ്റ് ആൾക്കാർ നമ്മൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് കൊണ്ടുവരണം എന്നുകൊണ്ടാണ് ആ പരിപാടി തുടങ്ങുന്നത്. ഏരിയ പ്രസിഡന്റ് VP രമ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് പട്ടേരി സംഘടനാ റിപ്പോർട്ടും, ഏരിയ സെക്രട്ടറി KP രവീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ N രവീന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ പുഷ്പരാജൻ, ഏരിയ വൈസ് പ്രസിഡന്റ് NP വനജ എന്നിവർ പ്രസംഗിച്ചു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. വെള്ളോറ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിലും പ്രതിനിധി സമ്മേളനത്തിലും നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. രാമന്തളി ഗവൺമെന്റ് ഹൈസ്കൂൾ 1977-78 SSLC ബാച്ച് 7856 ഈ വർഷത്തെ വാർഷിക സംഗമം ഫെബ്രുവരി 15 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് രാമന്തളി കല്ലേറ്റുംകടവ് കായൽ കഫേയിൽ നടക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് തുടക്കമായി എന്ന നിലയിൽ വന്ന പത്രവാർത്ത ശരിയല്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത. എത്രയും പെട്ടെന്ന് തന്നെ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് തുടക്കമാകുമെന്നും നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും ചെയർപേഴ്സൺ കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു. കാര പാടിയിൽ കടവ് പാലം ടെൻഡറിന് മന്ത്രിസഭ അംഗീകാരം. പാടിപ്പുഴയുടെ ഇരുകരയിലുമുള്ള പ്രദേശവാസികളുടെ ഏറെക്കാലമായുള്ള സ്വപ്നമാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാടിയിൽ കടവ് പാലം. ചെറുകിട വ്യാപാരികൾക്ക് തൊഴിൽ നികുതിയിൽ സംസ്ഥാന ബജറ്റിൽ വൻ വർധന വരുത്തിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ വിവിധ കേന്ദ്രങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രകടനം നടത്തി വിവിധ ആവശ്യങ്ങളടങ്ങിയ നിവേദനം നഗരസഭാ ചെയർപേഴ്സണ് കൈമാറി. കേരള സർക്കാർ നിയന്ത്രിതമായതും അല്ലാത്തതുമായ തൃക്കരിപ്പൂരിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഇനി ഹരിതചട്ടത്തിനകത്ത്. പഞ്ചായത്തിലെ 55-ൽ 54 സ്ഥാപനങ്ങളും A+ ഗ്രേഡ് കരസ്ഥമാക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.